വലിയ വെളിപ്പെടുത്തലുകളാണ്. പുറമേക്ക് നമ്മൾ കേട്ടതല്ല, ബജറംഗ് ദൾ പ്രവർത്തകർ അവകാശപ്പെട്ടതല്ല യാഥാർത്ഥ്യമെന്ന പെൺകുട്ടികൾ തുറന്നു പറയുകയാണ്. വലിയ ഭീഷണിയാണ്, ബലാത്സംഗം ചെയ്യുമെന്നടക്കമുള്ള ഭീഷണി. നേരത്തെ പറഞ്ഞു കേട്ട, നമ്മൾ കണ്ട ദൃശ്യങ്ങളിലുള്ള ക്രൂരമായി ഭീഷണിപ്പെടുത്തുന്ന ആ ജ്യോതി ശർമ്മ എന്ന സ്ത്രീ, അവരാണ് ഇതിന് എല്ലാം നേതൃത്വം നൽകുന്നത് എന്നല്ലേ അതിൽ പറയുന്നത്. എന്തൊക്കെയാണ് പെൺകുട്ടികൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ബജറംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി ഈ പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നക്സൽ ബാധിത മേഖലയിലൊക്കെയായി ഇവരെ ഇപ്പോഴും സംരക്ഷണയിൽ കഴിയുന്നത്. സിപിഐയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായി ജ്യോതി ശർമ്മയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. ബജറംഗ് ദൾ പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കി, മർദ്ദിച്ചു, ജ്യോതി ശർമ്മയും സംഘവും ഭീഷണിപ്പെടുത്തി, വാതിലടച്ച് റെയിൽവേ സ്റ്റേഷൻ റൂമിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആ സമയം ക്രൂരമായി തങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം റെയിൽവേ പോലീസുമെല്ലാം കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നുവെന്നുമാണ് യുവതികൾ വെളിപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സംഭവിച്ചത് എന്ത് എന്ന് കൃത്യമായി തന്നെ ഒരു മാധ്യമത്തിലൂടെ യുവതികൾ വെളിപ്പെടുത്തുകയാണ്. വാതിലടച്ച് റെയിൽവേ സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു. റേപ്പ് ചെയ്യും, ബലാത്സംഗം ചെയ്യുമെന്ന് ബജറംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നുകൂടി യുവതികൾ റിപ്പോർട്ടിൽ. ജയിലിലേക്കാണോ പോകേണ്ടത്, തിരികെ വീട്ടിലേക്കാണോ പോകേണ്ടത് എന്നും അവർ ചോദിച്ചു. പോലീസ് നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ബജറംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പോലീസുകാരുടെയും ഭീഷണിയുണ്ടായി. ഒപ്പം പ്രസ്താവനകൾ, തങ്ങൾ നൽകുന്ന മൊഴികൾ തിരുത്തി നൽകണമെന്ന് പോലീസുകാർ തന്നെ നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ജ്യോതി ശർമ്മയെ ജയിലിൽ അടയ്ക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആദിവാസി